ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന ചാപ്റ്ററിലെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ സിങ്കിങ് ഫണ്ട് മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ഡിബഞ്ചേഴ്സ് റിഡംഷൻ നടത്തുക, അതിൻ്റെ ഒരു പ്രോബ്ലമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ അതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇന്നലെ ചെയ്ത അതേ പാറ്റേണിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഓൺ ജാനുവരി 1, 2000 സേവ കമ്പനി ലിമിറ്റഡ് ഇഷ്യൂ 600 14% debentures of ₹100 each repayable at the end of 3 years. It has been decided to institute a sinking fund method for this purpose. The investment was expected to have a return of 6% per annum. Sinking fund value is 0.314110. Investment were made in the multiples of hundreds only. Investment realized was 43,000 on the date of redemption. നേരത്തെ ചെയ്ത അതേ പ്രോബ്ലത്തിൻ്റെ സെയിം മെത്തേഡാണ്, ഫിഗേഴ്സ് മാത്രം വ്യത്യാസമുള്ളൂ. ഇപ്പം നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യാം. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, എത്രയാണ് നമ്മൾ ഓരോ വർഷവും സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് എന്ന് കണ്ടുപിടിക്കലാണ് വേണ്ടത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മുടെ ഫേസ് വാല്യൂൻ്റെ മുകളിൽ അതിൽ തന്നിരിക്കുന്ന സിങ്കിങ് ഫണ്ടിൻ്റെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എത്രയാണ് ഫേസ് വാല്യൂ? 600 ഷെയർസ് ആണ്, ഡിബഞ്ചേഴ്സ് ആണ്, 100 rupees വെച്ചിട്ട്. അപ്പോൾ 60,000 ആണ്. 60,000 ഇൻറ്റു സിങ്കിങ് ഫണ്ട് വാല്യൂ തന്നിരിക്കുന്നത് 0.314110 ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 18,847 ആണ് നമുക്ക് വാല്യൂ കിട്ടുക. 60,000 സിങ്കിങ് ഫണ്ട് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 18,847 കിട്ടും. ഈ എമൗണ്ട് ആണ് നമ്മൾ ഓരോ വർഷത്തെയും പ്രോഫിറ്റിൽ നിന്ന് സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരിക. അത് കണ്ടുപിടിക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജേർണൽ എൻട്രിയിലേക്ക് കടക്കാം. ആദ്യം എന്ത് ജേർണൽ എൻട്രി എഴുതണം? നമുക്ക് ഡിബഞ്ചർ കിട്ടണം, റിസീവ് ചെയ്യുന്നതിൻ്റെ ജേർണൽ എൻട്രി എഴുതണം. ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് 14% ഡിബഞ്ചേഴ്സ് 600 × 100 60,000 വെച്ചിട്ട് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും കൊടുത്തു. ബാങ്കിലേക്ക് നമുക്ക് 60,000 രൂപ വെച്ച് വന്നു. ഇനി നമ്മൾ റിഡംഷൻ്റെ ഓരോ വർഷത്തിൽ നമുക്ക് ചെയ്യാം. ആദ്യം എന്താണ്? അറ്റ് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഇയർ ചെയ്യുക. അതിൽ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് ആ വർഷത്തെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് മാത്രം സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. സോ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. എത്ര എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 18,847 നമ്മൾ ആ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അടുത്ത എന്താണ്? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യണം. സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ്. സോ ബാങ്ക് ക്രെഡിറ്റ് തന്നു. എത്രയാണ്? നമ്മൾ റൗണ്ട് ചെയ്യണം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എമൗണ്ട് നമുക്ക് റൗണ്ട് ചെയ്യണം. 18,847 ആണ്. 47 എന്ന് പറയുമ്പോൾ 15നേക്കാൾ താഴെയാണ്. അപ്പോൾ ബാക്കിലോട്ടാണ് റൗണ്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 18,800 ആണ് നമുക്ക് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അപ്പോൾ അതോടുകൂടി ഫസ്റ്റ് ഇയറിലത്തെ ജേർണൽ എൻട്രി കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഇയറിലേക്ക് നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദി സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞിട്ട് ആദ്യം എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നതിൻ്റെ ജേർണൽ എൻട്രിയാണ് ആദ്യം എഴുതേണ്ടത്. കഴിഞ്ഞ വർഷം നമ്മൾ പർച്ചേസ് ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റാണ് പറഞ്ഞിരിക്കുന്നത്? 6% ആണ് പറഞ്ഞിരിക്കുന്നത്. 6% ഇൻട്രസ്റ്റ് നമ്മൾ റിസീവ് ചെയ്യും. സോ ജേർണൽ എൻട്രി വിൽ ബി ബാങ്ക് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. എത്രയാണ്? 18,800 ആണ് നമ്മൾ കഴിഞ്ഞ വർഷം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. അതിൻ്റെ 6% ദാറ്റ് ഇസ് ഈക്വൽ ടു 1,128 ആണ് അതിൻ്റെ എമൗണ്ട്, ഇൻട്രസ്റ്റ് എമൗണ്ട് ആയിട്ട് വരിക. അപ്പോൾ അത് കിട്ടി. ബാങ്ക് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് 1,128 കിട്ടി. അത് അപ്പം തന്നെ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ദാറ്റ് ഈസ് 1,128 നമ്മൾ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തത് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അടുത്ത എന്താണ് ചെയ്യേണ്ടത്? ആ വർഷത്തെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ടും സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. എത്രയാണ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്? നമ്മൾ ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച എമൗണ്ട് ഓരോ വർഷം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. സോ അത് ട്രാൻസ്ഫർ ചെയ്യുക. 18,847 നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. അടുത്ത എന്താ ചെയ്യേണ്ടത്? ഈ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ടും അതുപോലെ നമ്മൾ നേരത്തെ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ഇൻട്രസ്റ്റ് എമൗണ്ടും കൂടി ഉള്ള എമൗണ്ടിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യാം. സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ടു ബാങ്ക്. എത്രയാണ് വരിക? പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 18,847 ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് 1,128
രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 19,975 കിട്ടും. ആ എമൗണ്ട് ആണ് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത്. 19,975 ആണ്. 75 വന്നപ്പോൾ നമ്മൾ മുന്നോട്ടാണ് റൗണ്ട് ചെയ്യേണ്ടത്. റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 20,000 ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ ഈ 20,000 റുപ്പീസിൻ്റെ വർത്തുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തി. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പിൽ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇട്ടിട്ട് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 20,000 എന്ന് എഴുതി. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇയറിലത്തെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞു. ആദ്യം ഇൻട്രസ്റ്റ് റിസീവ് ചെയ്ത എൻട്രി എഴുതി, അത് സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ആ വർഷത്തെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ആ രണ്ട് എമൗണ്ടും കൂടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യുക. സെക്കൻഡ് ഇയറിലത്തെ കഴിഞ്ഞു. ഇനി നമ്മൾ തേർഡ് ഇയറിലത്തെ ജേണൽ എൻട്രികളാണ് എഴുതേണ്ടത്. ആദ്യം നമ്മൾ നേരത്തെ എഴുതിയോണം തന്നെ 3 ജേണൽ എൻട്രി, സെക്കൻഡ് ഇയറിലത്തെ അതേ ജേണൽ എൻട്രി പോലെ തന്നെ 3 ജേണൽ എൻട്രികൾ എഴുതണം. ആദ്യം ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. എത്ര ഇൻട്രസ്റ്റ് കിട്ടും? നമ്മൾ ഫസ്റ്റ് ഇയർ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും സെക്കൻഡ് ഇയർ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ടോട്ടലിൻ്റെ 6% കാണുക. ഫസ്റ്റ് ഇയർ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 18,800ഉം സെക്കൻഡ് ഇയറിലത്തെ 20,000 ആണ്. അത് രണ്ടിൻ്റെയും കൂടി കൂട്ടിയിട്ട് അതിൻ്റെ 6% കാണുമ്പോൾ നമുക്ക് 2,328 ആണ് ഇൻട്രസ്റ്റ് കിട്ടുക. സോ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ 2,328 ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് 2,328 കിട്ടി. അത് അപ്പം തന്നെ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ലെറ്റർ ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് 2,328 നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ആ വർഷത്തെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ലെറ്റർ ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. എത്ര എമൗണ്ട്? തുടക്കത്തിൽ കണ്ടുപിടിച്ച എമൗണ്ട് ആയ 18,847 നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യലാണ്. പക്ഷേ ഈ വർഷം ചെയ്യേണ്ട, കാരണം നമ്മൾ 3ാമത്തെ വർഷമാണ്. 3 വർഷമുള്ള ഇതിൻ്റെ കാലാവധി നമുക്ക് റിഡംഷൻ ഇയർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നേരിട്ടിട്ട് വിറ്റാൽ മതി. വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ സെയിൽ നടത്തേണ്ട ജേണൽ എൻട്രി എഴുതണം. സെയിൽ നടത്തുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? 43,000 റുപ്പീസ് കിട്ടുന്നതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സോ 43,000 വരുന്ന രീതിയിലുള്ള ജേണൽ എൻട്രി എഴുതുക. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് 43,000 ഡെബിറ്റും ക്രെഡിറ്റും കൊടുത്തു. അപ്പോൾ ബാങ്കിലേക്ക് നമുക്ക് ആ വിറ്റേൻ്റെ കാശ് വന്നു, 43,000 വന്നു. അടുത്ത എന്താണ്? ഈ സെയിൽ നടത്തിയത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമ്മൾ നോക്കണം. അപ്പോൾ നോക്കുക, 43,000 നിന്ന് നമ്മൾ എത്രയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയേക്കുന്നത്? ഫസ്റ്റ് ഇയർ ഒരു 18,800 ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. സെക്കൻഡ് ഇയർ ഒരു 20,000 റുപ്പീസ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ അത്രയ്ക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 43,000 വരുന്നില്ല. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് എത്ര വരുന്നുണ്ട്? 4,200 ആണ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. അതായത് 43,000 റുപ്പീസിൽ നിന്ന് ഈ 18,800ഉം 20,000ഉം കൂടി ആഡ് ചെയ്ത എമൗണ്ട് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4,200 ആണ് നമുക്ക് എമൗണ്ട് കിട്ടുന്നത്. മനസ്സിലായില്ലേ? ഫസ്റ്റ് ഇയർ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ സെക്കൻഡ് ഇയർ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 38,800 കിട്ടും. അത് 43,000, അതായത് അപ്പോൾ 38,800 റുപ്പീസിൻ്റെ വെർത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തിയിട്ടുള്ളൂ. ആ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടി? 43,000 റുപ്പീസ് കിട്ടി. അപ്പോൾ എത്രയാണ് ലാഭം വന്നിരിക്കുന്നത്? 4,200 ആണ് നമുക്ക് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. സോ പ്രോഫിറ്റ് ആയതുകൊണ്ട് പ്രോഫിറ്റ് വരുമ്പോഴത്തെ ജേണൽ എൻട്രി എഴുതാം. സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ലെറ്റർ ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് 4,200 വെച്ചിട്ട് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ വിറ്റ് ജേണൽ എൻട്രി എഴുതി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ പ്രോഫിറ്റിൻ്റെ ജേണൽ എൻട്രിയും എഴുതി. ഇനി അടുത്ത് നമ്മൾ സാധാരണ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എമൗണ്ട് കൊടുക്കുമ്പോഴത്തെ ഡ്യൂ ഔണ്ട് എൻട്രിയും കൊടുക്കുന്നത് ജേണൽ എൻട്രിയാണ് എഴുതേണ്ടത്. ഡിബഞ്ചർ അക്കൗണ്ട് ലെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എത്രയാണ് കൊടുക്കുന്നത്? 60,000 റുപ്പീസ് വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. 60,000 എന്ന് എഴുതി. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 60,000 എന്ന് എഴുതി. ഇനി അടുത്തത് എന്താണെന്ന് ചെയ്യുന്നത്? ഇനി ബാക്കി നമ്മുടെ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യണം. അതിനെ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ എത്ര എമൗണ്ട്, ടോട്ടൽ എത്ര എമൗണ്ട് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞോണം തന്നെ ഓരോ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൻ്റെയും ക്രെഡിറ്റ് എത്ര പോയിട്ടുണ്ടെന്ന് ഫസ്റ്റ് ജേണൽ എൻട്രി തൊട്ട് എവിടെയൊക്കെയാണോ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിന് എഴുതിയേക്കുന്നത് ആ എമൗണ്ടുകളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഒന്നാമത്തെ ജേണൽ എൻട്രി ആയിട്ട് ഒരു 18,847 എടുക്കുന്നുണ്ട്. അത് പ്ലസ്
പിന്നെ സെക്കൻഡ് ഇയറിലത്തെ ഇൻട്രസ്റ്റ് എമൗണ്ട് വന്നിട്ടുണ്ട് 1,128 ആ വർഷത്തെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് 18,847 വന്നിട്ടുണ്ട്. പിന്നെ തേർഡ് ഇയറിലത്തെ ലാസ്റ്റ് ഇയറിലത്തെ ഇൻട്രസ്റ്റ് എമൗണ്ട് 2,328 വന്നിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് ഇയറിലത്തെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് വന്നിട്ടുണ്ട് 18,847 വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എഴുതിയ പ്രോഫിറ്റിൻ്റെ അതും ക്രെഡിറ്റ് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാനാണ് വേണ്ടത്. 4,200 വന്നിട്ടുണ്ട്. ഇതൊക്കെ കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 64,197 ആണ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ള എമൗണ്ട്. ആ എമൗണ്ട് മൊത്തം നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് അറ്റഡ് ടു ജനറൽ റിസർവ് അക്കൗണ്ട് 64,197 നമ്മൾ ജനറൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതോടുകൂടി നമ്മൾ റിഡംഷൻ പ്രോസസ്സ് അവസാനിച്ചു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, അതേ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. ഇതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഓൺ January 1, 2002 a limited company issue 1,012% debentures of ₹100 each at a repayable at the end of 3 years. It has been decided to institute sinking fund account. അതിലൊന്നും വ്യത്യാസമില്ല. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ എന്ന് പറയുന്നത് 3% ആണ്. അടുത്താണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ദി ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് റിക്വയർഡ് ടുവേർഡ്സ് ദി ഫണ്ട് കംസ് ടു ₹32,353. അതായത് നമുക്ക് നേരത്തെ പ്രോബ്ലത്തിലൊക്കെ സിങ്കിങ് ഫണ്ടിൻ്റെ വാല്യൂ തന്നിട്ട് അത് നമ്മൾ ഫേസ് വാല്യൂൻ്റെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വർഷം ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് കണ്ടുപിടിക്കാറ്. ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു വർക്കില്ല. നമുക്ക് ആ എമൗണ്ട് നമുക്ക് നേരിട്ട് തന്നിരിക്കുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത് ദി ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് റിക്വയർഡ് ടുവേർഡ്സ് ദി ഫണ്ട്. ഓരോ വർഷം നമ്മൾ നടത്തേണ്ട ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 32,353 നേരിട്ട് തന്നിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ രണ്ട് പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു? ഫേസ് വാല്യൂ എടുത്തിട്ട് അതിന് നമ്മൾ സിങ്കിങ് ഫണ്ട് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഓരോ വർഷം ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് കണ്ടുപിടിച്ചിരുന്നത്. ഈ പ്രോബ്ലത്തിൽ ആ ഒരു വർക്കില്ല, അത് നേരിട്ട് തന്നിട്ടുണ്ട്. അത് മാത്രം ഒരു വ്യത്യാസമുള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്പിൾസ് ഓഫ് ഹൺഡ്രഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിറ്റിട്ട് നമുക്ക് 64,000 റുപ്പീസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ സ്റ്റെപ്പില്ല, നമുക്ക് വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരിട്ടിട്ട് ജേർണൽ എൻട്രിയിലേക്ക് പോകാം. ആദ്യം എന്താണ്? ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു എത്ര? 12% ഡിബഞ്ചേഴ്സ് ആണ്. 1000 ഡിബഞ്ചേഴ്സ് 100 രൂപ വെച്ചിട്ട് 1 lakh റുപ്പീസാണ് വരിക. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 1 lakh എഴുതി. പിന്നെ ഓരോ വർഷത്തിന് നമുക്ക് ജേർണൽ എൻട്രികൾ എഴുതാം. ആദ്യം ഫസ്റ്റ് ഇയറിലത്തെ പ്രപ്പോർഷനേറ്റ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. സോ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റഡ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 32,353 നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. അതുപോലെ ആ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് ആ വർഷം ട്രാൻസ്ഫർ ചെയ്യേണ്ട എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ജേർണൽ എൻട്രി നമ്മളിപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ടിൻ്റെ ഈക്വലൻ്റ് എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യണം. ജേർണൽ എൻട്രി സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ റൗണ്ട് ചെയ്യണം. എങ്ങനെ റൗണ്ട് ചെയ്യുക? എമൗണ്ട് വന്നിരിക്കുന്നത് 32,353 ആണ്. 53 ആണ്. അപ്പോൾ മുമ്പോട്ട് റൗണ്ട് ചെയ്യണം. അപ്പോൾ 32,400 എന്ന് റൗണ്ട് ചെയ്തിട്ട് അത്രയ്ക്ക് എമൗണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയറിലത്തെ ട്രാൻസാക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ്? സെക്കൻഡ് ഇയർ ആണ്. ഈ ജേർണൽ എൻട്രി എഴുതുന്നതിനേക്കാളും മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യേണ്ട ജേർണൽ എൻട്രി എഴുതണം. അപ്പോൾ ആദ്യം ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആണ് ജേർണൽ എൻട്രി വരിക. ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ ഫസ്റ്റ് ഇയർ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 32,400 ആണ്. എത്രയാണ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് പറഞ്ഞിരിക്കുന്നത്? 3% ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 3% കാണുക. 32,400ൻ്റെ 3% വരുന്നത് 972 ആണ്. അതപ്പോൾ നമ്മൾ ജേർണൽ എൻട്രിയിൽ എഴുതി. ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് 972 എഴുതി. അതപ്പോൾ തന്നെ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് എന്ന് എഴുതി. 972 നമ്മൾ സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അടുത്തത് ആ വർഷത്തെ പ്രപ്പോർഷനേറ്റ് എമൗണ്ട് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിൻ്റെ ജേർണൽ എൻട്രി എഴുതാം. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റഡ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എമൗണ്ട് ആയ 32,353 നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. P&L അക്കൗണ്ട് അറ്റഡ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് 32,353 നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു.
ഇനി അടുത്ത് എന്താണ് ചെയ്യുന്നത്? ഈ രണ്ട് എമൗണ്ടും ഇപ്പം നമ്മൾ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തതും ആ ഇൻട്രസ്റ്റ് എമൗണ്ടും കൂടി കൂട്ടിയിട്ട് ഈക്വലൻ്റ് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യണം. അത് രണ്ടും കൂടി കൂട്ടുക. അതായത് 32,353ഉം 972ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 33,325 കിട്ടും. അത് നമ്മൾ റൗണ്ട് ചെയ്യണം. അപ്പോൾ 25 ആണ് വന്നിരിക്കുന്നത്, 50നേക്കാൾ കുറവാണ്. അപ്പോൾ ബാക്കിലോട്ടാണ് റൗണ്ട് ചെയ്യേണ്ടത്. എത്ര വരും? 33,300 ആണ് എമൗണ്ട് വരിക. അപ്പോൾ അത്രയ്ക്ക് 33,300 എമൗണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ജേർണൽ എൻട്രി എന്തായിരിക്കും? സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 33,300 എന്ന് പറഞ്ഞ ജേർണൽ എൻട്രി എഴുതി. അപ്പോൾ അതോടുകൂടി സെക്കൻഡ് ഇയറിലത്തെ എല്ലാ ജേർണൽ എൻട്രികളും കഴിഞ്ഞു. ഇനി അടുത്തത് തേർഡ് ഇയറിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ നമ്മൾ ചെയ്യേണ്ട ജേർണൽ എൻട്രി ആണ്. ആദ്യത്തെ 3 ജേർണൽ എൻട്രിയും സെയിം ആണ്. ആദ്യം ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യേണ്ട ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് എഴുതി. അതിൽ നമുക്ക് എത്ര എമൗണ്ട് ഇൻട്രസ്റ്റ് നോക്കണം. ഫസ്റ്റ് ഇയർ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റും സെക്കൻഡ് ഇയർ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റും കൂടി കൂട്ടി 3% ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. ഫസ്റ്റ് ഇയർ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 32,400 ആണ്. പ്ലസ് സെക്കൻഡ് ഇയർ നടത്തിയത് 33,300 ആണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ 3% കാണുക. ദാറ്റ് ഈസ് 7,971 ആണ് കിട്ടുക. അപ്പോൾ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് ലാസ്റ്റ് ഇയർ കിട്ടുക. അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രി എഴുതി. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 1,971 ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് 1,971. അത് എന്താണ്? ആ എമൗണ്ട് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് 1,971 നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? ആ വർഷത്തെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് എത്ര കിട്ടും? 32,353 നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഇനി നമ്മളത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താണ് വേണ്ടത്. പക്ഷേ അത് റിഡംഷൻ പീരീഡ് ആയതുകൊണ്ട്, റിഡംഷൻ ഇയർ ആയതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ട, നമ്മൾ സെയിൽ നടത്തിയാൽ മതി. അപ്പോൾ സെയിൽ ചെയ്യേണ്ട ജേർണൽ എൻട്രി എഴുതുക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എത്ര കിട്ടും? 64,000 നമ്മൾ വിറ്റേക്കണമെന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 64,000 നമുക്ക് കിട്ടുക. അപ്പോൾ 64,000 എന്ന് എഴുതി. ഇനി അടുത്ത് നോക്കേണ്ടത് ഇത് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്ന്. അപ്പോൾ ചെക്ക് ചെയ്യുക. നമ്മൾ നടത്തിയ രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്ന് 32,400ഉം ഒന്ന് 33,300ഉമാണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ആ എമൗണ്ട് ആണ് നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? 64,000 ആണ് നമ്മൾ വിറ്റേക്കുന്നത്. ആ എമൗണ്ടിൽ നിന്ന് ലെസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 32,400ഉം 33,300ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 65,700 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ മൊത്തം ഇതുവരെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയേക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 65,700 ആണ്. ആ 65,700 വർത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എത്ര രൂപയ്ക്കാണ് വിറ്റിരിക്കുന്നത്? 64,000 റുപ്പീസിനാണ് വിറ്റിരിക്കുന്നത്. അതായത് നമ്മൾ നഷ്ടത്തിനാണ് വിറ്റിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ചെയ്ത രണ്ട് പ്രോബ്ലത്തിലൊക്കെ പ്രോഫിറ്റ് ആയിരുന്നു. ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട്. പ്രോഫിറ്റിലല്ല, ലോസിലാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലോസ് ആണ് ഉണ്ടാവുക. അപ്പോൾ എത്രയാണ്? 64,000ൽ നിന്ന് അത് രണ്ടും കൂടിയ കൂട്ടിയ എമൗണ്ട് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഫിഗർ ആണ് കിട്ടുക. എത്ര കിട്ടും? 1,700 ആണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ ലോസ് ആണ് വരിക. അപ്പോൾ ലോസ് എന്ന് പറഞ്ഞിട്ട് എഴുതണം 64,000 മൈനസ് 32,400ഉം 33,300ഉം കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ലോസ് എമൗണ്ട് 1,700 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ ജേർണൽ എൻട്രി അല്ല എഴുതേണ്ടത്. നേരത്തെ നമ്മൾ എഴുതിയത് പ്രോഫിറ്റിൻ്റെ ജേർണൽ എൻട്രി ആയിരുന്നു. ഇനി നമ്മൾ എഴുതേണ്ടത് ലോസിൻ്റെ ജേർണൽ എൻട്രി ആണ്. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. നേരത്തെ എഴുതിയതിൻ്റെ റിവേഴ്സ് എൻട്രി എഴുതിയാൽ മതി. എന്താണ്? സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഡെറ്റഡ് ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അത് എഴുതിയാൽ മതി. പ്രോഫിറ്റിൻ്റെ നേരെ റിവേഴ്സ് എൻട്രി സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഡെറ്റഡ് ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 1,700 എഴുതി. ഓക്കെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, എല്ലാത്തിലും പ്രോഫിറ്റ് ആവണം എന്നില്ല. അപ്പോൾ ആദ്യം ജേർണൽ എൻട്രി എഴുതുന്നതിനേക്കാളും മുമ്പ് ഈ പ്രോഫിറ്റ് ആണ് ലോസ് ആണെന്ന് കണ്ടുപിടിച്ചിട്ട് ഏത് ജേർണൽ എൻട്രി എഴുതണമെന്ന് തീരുമാനിച്ചാൽ മതി. അപ്പോൾ ഇതിൽ ലോസ് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ എഴുതിയതിൻ്റെ റിവേഴ്സ് എൻട്രി എഴുതി നമ്മൾ ലോസിൻ്റെ ജേർണൽ എൻട്രി പാസ്സാക്കി. ഓക്കെ. അടുത്ത് നമ്മൾ ഇനി റിഡംഷൻ ഡ്യൂ ആക്കുന്നതിൻ്റെയും കൊടുക്കുന്നതിൻ്റെയും ജേർണൽ എൻട്രി ആണ്. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റഡ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 1 lakh rupees ആണ്. 1,000 rupees 100 വെച്ചിട്ട് 1,000 ഡിബഞ്ചേഴ്സ് 100 രൂപ വെച്ചിട്ടാണ് 1 lakh rupees. ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 1 lakh എഴുതി. ഇനി അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനാദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ആണ്, എത്രയൊക്കെ എമൗണ്ട് ഇതുവരെ ഉണ്ടെന്ന് നോക്കണം. ആദ്യത്തെ ജേർണൽ എൻട്രി തൊട്ട് നോക്കുക. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഒരു എമൗണ്ട് കിടക്കുന്നുണ്ട് 32,353 പ്ലസ്
സെക്കൻഡ് ഇയറിൽ ആദ്യം എടുക്കുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ് 972 പ്ലസ് സെക്കൻഡ് ഇയറിലത്തെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് 32,353 പ്ലസ് തേർഡ് ഇയറിലത്തെ ലാസ്റ്റ് ഇയറിലത്തെ ഇൻട്രസ്റ്റ് എമൗണ്ട് 1,971 പ്ലസ് ലാസ്റ്റ് ഇയറിലത്തെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് 32,353. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ വരെ നമുക്ക് പ്രോഫിറ്റ് ആയതുകൊണ്ട് ആഡ് ചെയ്യാണ് ചെയ്തിരുന്നത്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ എന്താണ്, ലോസ് ആണ്. സെയിൽ നടത്തിയപ്പോൾ നമുക്ക് ലോസ് ആണ്. കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്തിരുന്നത്. ഇതിലെന്താ ചെയ്തിരിക്കുന്നത്, ഡെബിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പ്രോഫിറ്റ് ആണെങ്കിലാണ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അപ്പോൾ ലെസ് 1,700, ആ വർഷത്തെ സെയിലിന് നഷ്ടമായ 1,700 നമ്മൾ ലെസ് ചെയ്തു. അപ്പം നമുക്ക് എത്ര കിട്ടും, 98,302 ആണ് നമുക്ക് ഇതുവരെ നമ്മുടെ സിങ്കിങ് ഫണ്ടിൽ ഉണ്ടായിരുന്നത്. അതായത് 3 ഇൻസ്റ്റാൾമെൻറ്റും 2 വർഷത്തെ ഇൻട്രസ്റ്റും പ്ലസ് പ്രോഫിറ്റ് ആണ്, വിറ്റയിലെ പ്രോഫിറ്റ് ആണ് സാധാരണ സിങ്കിങ് ഫണ്ടിൽ വരാറ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ 3 വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റും വന്നു, 2 ഇൻട്രസ്റ്റ് എമൗണ്ടും വന്നു. പിന്നെ എന്തുണ്ടായി, നമുക്ക് സെയിൽ നടത്തിയപ്പോൾ ലോസ് ആയതുകൊണ്ട് നമ്മൾ അത് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ നിന്നാണ് കോമ്പൻസേറ്റ് ചെയ്തത്. അപ്പോൾ അത്രയ്ക്ക് എമൗണ്ട് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ നിന്ന് പോയി. ദാറ്റ് ഈസ് 1,700 നമ്മൾ ലെസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുക, ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എമൗണ്ട് എത്ര കിട്ടി, 98,302 കിട്ടി. പിന്നെ അത് ജേർണൽ എൻട്രിയിൽ കൊടുക്കുക, സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ടു ജനറൽ റിസർവ് 98,302 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പം ഇങ്ങനെയാണ് ഒരു സിങ്കിങ് ഫണ്ട് മെത്തേഡ് പ്രകാരം ഒരു ഡിബഞ്ചറിൻ്റെ റിഡംഷൻ്റെ ജേർണൽ എൻട്രികൾ വരിക. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുക. ഫസ്റ്റ് ഇയറിലെ പ്രൊപ്പോർഷണൽ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേർണൽ എൻട്രി മാത്രം വരും. സെക്കൻഡ് ഇയറിലെ ഇൻട്രസ്റ്റിൻ്റെ ജേർണൽ എൻട്രി പ്ലസ് പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. തേർഡ് ഇയർ ഉണ്ടെങ്കിൽ അതിലും. പിന്നെ ലാസ്റ്റ് ഇയർ ഇൻട്രസ്റ്റിൻ്റെ ഫുള്ള് വരും, പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് മാത്രം ട്രാൻസ്ഫർ ചെയ്താൽ മതി, പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം സെയിൽ ചെയ്യുക. ദെൻ സെയിൽ ചെയ്തതിൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുക. ദെൻ റിഡംഷൻ ഡ്യൂ ആക്കുന്നതിൻ്റെയും കൊടുക്കുന്നതിൻ്റെയും ജേർണൽ എൻട്രി എഴുതുക. ലാസ്റ്റ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. എങ്ങനെ, റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.